നന്ദിനി, നന്ദിനി, നന്ദിനിയേ. ഓ അതിപ്പോ വേണ്ട നന്ദിനി, ആദ്യം പിള്ളേരൊന്ന് സ്കൂളിലാക്കി വന്നാട്ടെ. അല്ല അവര് റെഡി ആയോ? അത് ശരി, അപ്പൊ ഇന്നലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാ പോരായിരുന്നോ? അല്ല പിള്ളേര് സ്കൂളിൽ നിന്ന് വന്നിട്ട് നിന്നോട് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അല്ല വാവാച്ചിനും കിടുവിനെ എന്തിനാ കൊണ്ടോണേ? എന്തായാലും വേണ്ടില്ല, വീട്ടിലവര് വെറുതെ അല്ലേ നിൽക്കുന്നേ, പോയിക്കോട്ടെ. അല്ല വെള്ള ബസ്സിന് ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. നീ എന്നാലേ അവര് മാറ്റിട്ട് വേറെ റെഡിയാക്കാൻ നോക്ക്. എനിക്ക് ഇവരെ കൊണ്ടാക്കിട്ട് വേണം വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് പോവാനേ. വേഗം നോക്കിട്ടോ. നിങ്ങളോട് രണ്ടുപേരും കൂടി പറയാ, അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കുട്ടികളായിട്ട് അടങ്ങി ഒതുങ്ങി ചേച്ചിമാരെ കൂടെ തന്നെ ഉണ്ടാവണേ. ഒറ്റയ്ക്ക് എവിടെയും പോകരുത് കേട്ടാ. അതന്നെ ചേച്ചിമാരെ ടീച്ചർമാരെ അടുത്തന്നെ നല്ല പേര് മേടിക്കണം. അല്ലാണ്ട് നിങ്ങൾ വികൃതി പിള്ളേരാന്ന് അവരോട് പറയിപ്പിക്കരുതേ. ഓ മുട്ടായി തരും, ലഡ്ഡു തരും, ഫ്ലാഗ് തരും, എല്ലാം തരും കേട്ടോ. തമ്പുരുവേ, എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോടി. അച്ഛന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. അച്ഛനോട് പണിക്ക് പോണ മുന്നേ വേഗം നമ്മൾ ഇറക്കി തരാൻ പറയാ. അല്ല ചേച്ചി, 4 പേരില്ലയോ? വണ്ടിയിൽ ഒരുമിച്ച് പോവാൻ പറ്റുമോ? ഓ അതൊക്കെ പോവാടി, 4-5 പേരൊക്കെ പോകുന്നുണ്ട്. എന്നിട്ടാണോ നമുക്ക് രണ്ടുപേർക്കും ബാക്കിലിരിക്കാം. നടുക്കില് വാവാച്ചിനെ പിടിച്ചിരുത്താം, കിടുവിനെ അച്ഛന്റെ മുന്നിൽ ഇരുത്താം. പോരെ? ഓക്കെ സെറ്റ് ചേച്ചി. എന്നാ വേഗം വാ, സമയം കളയണ്ട. പൈങ്കിളിയാണെങ്കിൽ നമ്മളോട് നേരത്തെ എത്താൻ പറഞ്ഞതാ. അതിനോണ്ട് തന്നെ പറഞ്ഞേ, അച്ഛൻ പോയി കഴിഞ്ഞാലേ പിന്നെ ബസ് കയറി പോകുമ്പോൾ ഒരുപാട് വൈകുകയും ചെയ്യും. അതുകൊണ്ട് അച്ഛനുള്ളപ്പോ തന്നെ കൊണ്ടാക്കി തരാൻ പറഞ്ഞേക്കാം. ശരി ചേച്ചി. കഴിഞ്ഞോ? അവര് പൈങ്കിളി ചേച്ചിനെ മണിക്കുട്ടൻ ചേച്ചിനെ വിളിക്കാൻ പോയതാ. ഇപ്പം വരും ട്ടോ. ഹേയ് അല്ല മാമാച്ചി, അവര് സ്കൂളിന് പുറത്തുണ്ടത്രേ. അവരെ കൂട്ടാൻ വേണ്ടി പോയതാ. ഹായ് വീണേ. എടാ മണിക്കുട്ട, നീയോ? അല്ലടാ, നിന്നെ കൂട്ടാൻ വന്ന തമ്പുരും കിടും എന്തേ? ഓ തമ്പുരും കിടും പൈങ്കിളിയൊക്കെ ബാക്കിൽ വരുന്നുണ്ടെന്നേ. ഞാന് അവര് കഥയും പറഞ്ഞ് നടക്കണണ്ടപ്പോ ഞാനിങ്ങ് പോന്നതാ. ഓ അത് ശരി. അല്ലടാ, ഞാൻ ചോദിക്കണം വിചാരിച്ചിരിക്കുവായിരുന്നു. നീ ഇപ്പൊ എന്താ പണ്ടത്തെ പോലെ ലീവ് ഉള്ളപ്പോ വീട്ടിലേക്കൊന്നും വരാത്തെ? അല്ലെങ്കിൽ ലീവ് ഉള്ളപ്പോ വീട്ടിലേക്കല്ലേ വരാറ്? ഇപ്പൊ എന്താ സ്കൂൾ വിട്ടതിന് ശേഷം നിന്നെ കാണാൻ എന്നെ കിട്ടുന്നില്ല?
എടി വീണേ, അത് പിന്നെ എനിക്ക് ഫുട്ബോളിന്റെ ക്യാമ്പ് ഉള്ളതല്ലേ. ഇവിടുന്ന് നേരെ സ്കൂൾ വിട്ടുകഴിഞ്ഞാ ക്യാമ്പിലേക്ക് പോവാ. ക്യാമ്പാണെങ്കിൽ അച്ഛമ്മന്റെ വീടിന്റെ ഭാഗത്താണല്ലോ. ഇപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛമ്മന്റെ വീട്ടിലെ താമസിക്കുന്ന തന്നെ വല്ലപ്പോഴും വീട്ടിലേക്ക് വന്നാലായി. ചേടാ, അപ്പൊ നീ വീട്ടിൽ നിൽക്കാറില്ലേ? അല്ല, ഇനി എത്ര മാസം ഉണ്ട് ക്യാമ്പ്? ക്യാമ്പ് ഏകദേശം കഴിയാറായി. എങ്ങനെ നോക്കിയാലും ഒരു 2.5 മാസം കൂടി ഉണ്ടാവും തോന്നുന്നു. ഓ, അതും കൂടെ കഴിഞ്ഞാ നീ വീണ്ടും വീട്ടിലെത്തല്ലേ? അതേടി. അല്ല, ഇതാണോ വാവാച്ചി? അതേടാ വാവാച്ചി. ഇതാട്ടോ മണിക്കുട്ടൻ ചേട്ടൻ, പൈങ്കിളി ചേച്ചിന്റെ ചേട്ടനാ. ഹായ്. അല്ല, വാവാച്ചിനെ കാണാൻ നല്ല ബാർബി ഡോളിനെ പോലെ ഉണ്ടല്ലോ. അതെ അതെ, വാവാച്ചിനെ കാണാനേ നമ്മളെ കാർട്ടൂണിലൊക്കെ വരുന്ന ബാർബി ഇല്ലേ, അതേപോലെ ഉണ്ട്. അച്ചടാ. അല്ല, രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കുവാണോ? വരി, നമുക്ക് ഹാളിലേക്ക് പോവാം. അല്ലടാ, പൈങ്കിളിയും തമ്പുരും കിടുവൊക്കെ വരുമ്പോ തെരയത്തില്ലയോ? ഓ, ഇവിടെ കണ്ടില്ലെങ്കിൽ നേരെ അവർ അങ്ങോട്ടേക്ക് എത്തിക്കോളൂലേ. എന്തിനാ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യണേ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇരിക്കാൻ സീറ്റ് തന്നെ കിട്ടത്തില്ല കേട്ടോ. പറയുമ്പോൾ തന്നെ അത് ശരിയാ. എന്നാ വാ, അങ്ങോട്ട് പോവാം. നിങ്ങൾ എത്തിയിട്ട് കുറെ നേരമായോ? ഹേയ്, ഇല്ലടി, നിങ്ങൾ എത്തുന്ന ഒരു 5-10 മിനിറ്റ് മുന്നേ എത്തിയിട്ടേ ഉള്ളൂ. എന്തായാലും നിന്നെ കണ്ടപ്പോൾ എനിക്ക് സമാധാനായേ. ഞാൻ കരുതി നീയും വീണേച്ചേക്ക് പുതിയ ഏതെങ്കിലും ഡ്രസ് എടുത്ത് കാണുന്നേ. ഹേയ്, ഇല്ലടി, പഴയ തന്നെ ഇട്ടു. ആഗസ്റ്റ് 15-നായിട്ട് ഇനിയിപ്പോ പുതിയത് എടുക്കണ്ടല്ലോ. എന്തായാലും ഓണൊക്കെയല്ലേ വരുന്നേ, അപ്പൊ പിന്നെ നമുക്ക് കളർ ആക്കണ്ടായോ? അത് ശരിയാ. വെള്ള ഡ്രസ് മേടിച്ചിട്ട് കഴിഞ്ഞാ പിന്നെ അടുത്ത ആഗസ്റ്റ് 15-ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓണത്തിനാകുമ്പോ നമുക്കൊരു പൊളി പൊളിക്കാലോ. അതുകൊണ്ടാ കണ്ടറിഞ്ഞ് ഈ വട്ടത്തെ ആഗസ്റ്റ് 15-ന് അമ്മ ഓറടങ്ങാറുണ്ടാക്കാൻ പോയില്ല. പിന്നെ ഓറടങ്ങാറുണ്ടാക്കിയാലേ ഓണത്തിന്റെ ഡ്രസ്സിനെങ്ങാനും പണി കിട്ടിയാലോ. അത് ശരിയാ. ഓണം വരെ കഴിയണത് സൈലന്റ് ആയിട്ടിരിക്കട്ടോ. അനാവശ്യമായിട്ട് ചെലവൊന്നും ഉണ്ടാക്കണ്ട. ഓണത്തിന് നമുക്ക് അടിപൊളി ഡ്രസ് കോഡ് എടുക്കാനുള്ളതാ. അതേടി. പിള്ളേരെല്ലാരും ഓഡിറ്റോറിയത്തിന്റെ അടുത്തെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി പിള്ളേരെല്ലാവരും ഓഡിറ്റോറിയത്തിന്റെ അടുത്തെത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. അനൗൺസ്മെന്റ് വന്നിരിക്കുന്നേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അല്ലടി, ചേച്ചി മാവാച്ചി അവിടെയല്ലേ? അവരൊക്കെ ഓഡിറ്റോറിയത്തിൽ പോയി കാണോടി. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ പോയി വിളിച്ചാ പോരെ? അത് ശരിയാ. ഇനിയിപ്പോ എച്ചമ്മിന്റെ മുന്നിൽ അങ്ങനെ പെട്ടാലേ അയാൾ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞേ, നല്ലൊരു ദിവസമായിട്ട് വെറുതെ നിന്ന് ചീത്ത വെക്കുന്നേ. അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു കളിക്കാണ്ടേ, നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോവാം. ചേച്ചി അങ്ങോട്ട് എത്തിക്കോളുന്നേ. എന്നാ വാ, ഇടുവേ, വാ. 5 minutes later.